ഇതാ നമ്മൾ കാത്തിരുന്ന ആ അത്ഭുതത്തിൻ്റെ വാർത്ത നമ്മെ തേടിയെത്തിയിരിക്കുന്നു. വത്തിക്കാൻ ഔദ്യോഗികമായും ജമലിയിലെ മെഡിക്കൽ ബുള്ളറ്റിനും വ്യക്തമാക്കിയിരിക്കുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചികിത്സയുടെ 38-ാം ദിവസം പിന്നിടുമ്പോൾ ആരോഗ്യവാനായി സൗഖ്യം പ്രാപിച്ച് അത്ഭുതകരമായി സാന്താ മാർത്ത കാസയിലേക്ക് തിരിച്ചു പോകുന്ന വാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 10ാം നമ്പർ പേപ്പൽ സ്യൂട്ട് വത്തിക്കാൻ തേർഡ് എന്നറിയപ്പെടുന്ന അവിടെ നിന്ന് സകല ജനപദങ്ങളെയും ഈ ആശുപത്രിയുടെ പരിസരങ്ങളിൽ തടിച്ചുകൂടുന്ന ജനത്തെയും ഞായറാഴ്ചത്തെ ഏഞ്ചലൂസിൻ്റെ കർത്താവിൻ്റെ മാലകയുടെ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ആ സദ്വാർത്തയും നമ്മെ തേടിയെത്തിയിട്ടുണ്ട്. അതെ, ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റഡായ ദിനം മുതൽ ഫാദർ ജോജി പോൾ SMM അതോടൊപ്പം തന്നെ ഞാനും ചേർന്ന് ഒരിക്കലും മുടങ്ങാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വാർത്തകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരുന്നു. ഇതാ സന്തോഷകരമായൊരു വാർത്ത. ഇന്നലെ ജമലി ആശുപത്രിയിൽ വന്ന് വാർത്തകൾ നൽകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന ഉയർത്തുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് മുമ്പ് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ജമലി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആക്കണമേ എന്ന് തന്നെ പറഞ്ഞ് ഫാദർ ജോജി പോളും ഞാനും ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത് ഓർക്കുകയാണ്. ഏതായാലും നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾ, ലോകം മുഴുവൻ അർപ്പിച്ച ബലികൾ, ഈ പ്രത്യേകിച്ച് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്റ്റാച്യൂയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വാർത്ത നിങ്ങളോട് പറയുമ്പോൾ ഓർക്കുക, എത്രയോ ജനങ്ങളാണ് ഇവിടെ വന്ന് മെഴുകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത്. ലോകം മുഴുവനും നിങ്ങൾ ഓരോരുത്തരും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോ ദിവസവും കാത്തിരുന്നു. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന, ലോകം മുഴുവൻ്റെയും പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്ന ഈ വാർത്ത. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയിൽ നിന്നും അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ഈ ദിവസങ്ങൾ കേട്ടു. ഇപ്പോൾ ഇതാ നമ്മൾ കേൾക്കുന്ന ഈ വാർത്ത, ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ആരോഗ്യവാനായി സൗഖ്യം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്നും മടങ്ങി വരുന്ന ആ നിമിഷങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾക്ക് ആ വാർത്ത കാണുവാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ കാത്തിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ 38ാം ദിനമായി ഇന്ന് നമുക്ക് നൽകാനിരിക്കുന്ന ആ ആശീർവാദത്തെ ഏറ്റവും പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് സ്വീകരിക്കാം. ലോകം മുഴുവനും പ്രാർത്ഥിച്ച സകല ദൈവമക്കളോടും ചേർന്ന് ഞങ്ങളും ദൈവത്തിന് നന്ദി പറയുകയാണ്. ഫാദർ ജോജി പോളിനോടൊപ്പം ഈ ദിവസങ്ങളിൽ 38 ദിവസം മുടങ്ങാതെ വത്തിക്കാനിൽ നിന്നും ജമലി ആശുപത്രിയിൽ നിന്നും ഈ വാർത്ത നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അഡ്മിറ്റഡായ വാർത്ത അറിഞ്ഞ ആ ദിവസം തന്നെ ഇവിടെ BBC-യും സ്കൈ ന്യൂസും റായ് ന്യൂസും അതോടൊപ്പം തന്നെ മറ്റ് വാർത്താ മാധ്യമങ്ങളും മുടങ്ങാതെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാം, ആശീർവാദം നമ്മൾക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ജമലി ആശുപത്രിയിൽ നിന്നും ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.